ഒരു സ്ത്രീക്ക് ഇപ്പോ പ്രത്യേകിച്ച് വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടി വരും, അല്ലെങ്കിൽ ആളുകൾക്ക് ഇടയിലേക്ക് പോകേണ്ടി വരും. ഈ സമയത്ത് ഒരുപാട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? കളിയാക്കലുകള്, ഒരുപാട് ഇൻസൾട്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അപ്പൊ അതിനെങ്ങനെയാണ് മാഡം അതിജീവിച്ചത്? ആദ്യമൊക്കെ ഞാൻ ഈ ബിസിനസ്സൊക്കെ ഇറങ്ങിയപ്പോ അയൽവാസികളും കുടുംബക്കാരും എല്ലാവരും കുറ്റപ്പെടുത്തി കളിയാക്കലൊക്കെ കുറെ സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ കളിയാക്കലിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത സമയത്ത് എൻ്റെ കുടുംബങ്ങള്, എൻ്റെ ഫാമിലി നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു സഹായത്തോടു കൂടി ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ നമ്മൾ വേറെ ഉള്ളവരെ സപ്പോർട്ട് കിട്ടി ജീവിക്കുന്നതിന് നല്ലത്. അത് മനസ്സിക്ക് ഒരു പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ കരുതി സ്വന്തം കാലിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു അവസരമാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അവരുടെ വാക്ക് കേട്ട് ഞാൻ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തളർച്ചയാണ് അവിടെ ഉണ്ടാകുക. ഒരിക്കലും നീരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾ, ഓഫ്ലൈൻ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരുപാട് വിജയിച്ച വീട്ടമ്മമാരെ കണ്ടു. എന്നെക്കാളും കുറെ പ്രായം കൂടിയ വീട്ടമ്മമാരെ, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത വീട്ടമ്മമാരെ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് ഇതിലൂടെ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഏത് നെഗറ്റീവിന് ഞാൻ പോസിറ്റീവ് മൈൻഡോട് കൂടി കണ്ടു. അങ്ങനെ എനിക്ക് ഇതിൽ നല്ലൊരു വരുമാനത്തിലെത്താൻ പറ്റി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1 ലക്ഷം, ഒരു നല്ലൊരു കാറ്, അതേപോലെ നല്ല ലൈഫ് സ്റ്റൈല്, നല്ല വീട്, ഇതൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ ഞാൻ തീരുമാനിച്ചിറങ്ങിയതാണ്.